രാജ്യം ഭരിക്കാൻ അവസരം കിട്ടിയപ്പോൾ ബി.ജെ.പി. വിലക്കുന്ന സ്വാതന്ത്ര്യങ്ങൾക്ക് ഒരു പരിധിയും ഇല്ല. ഓരോ ബില്ലുകളായും ഭേദഗതികളായും വിലങ്ങുകൾ ഒരുപാടാണ്. ഇപ്പോഴിതാ ഭരിക്കുന്ന പ്രതിനിധിക്കും മാനദണ്ഡങ്ങളും വരികയാണ്. സഭകളിൽ പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നതിനിടെ പാർലമെന്റിൽ സുപ്രധാന ബില്ലുകളുമായാണ് കേന്ദ്ര സർക്കാർ എത്തുന്നത്. ഇത് മുഖ്യമന്ത്രിമാരെ ബാധിക്കുമെന്നത് തീർച്ചയാണ്. 5 വർഷമോ കൂടുതലോ ശിക്ഷ കിട്ടാവുന്ന കേസുകളിൽ അറസ്റ്റിലായ 30 ദിവസം കസ്റ്റഡിയിൽ കഴിഞ്ഞ മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും നീക്കം ചെയ്യാൻ വ്യവസ്ഥയാണ് പുതിയ ബില്ല്. ഇത് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിമാർക്കും ഇത് ബാധകമാണ്. 1 മാസത്തിലധികം കസ്റ്റഡിയിൽ കഴിഞ്ഞാൽ മന്ത്രിമാർക്ക് സ്ഥാനനഷ്ടം ഉണ്ടാകുമെന്നാണ് ബില്ലിലെ വ്യവസ്ഥ. തുടർച്ചയായി 30 ദിവസം ഒരു മന്ത്രി പോലീസ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കിടന്നാൽ 31-ാം ദിവസം മന്ത്രിസഭയിൽ നിന്ന് നീക്കാമെന്നാണ് ബില്ലിലെ വ്യവസ്ഥ. അതായത് ബി.ജെ.പി. ഒതുക്കാനിരിക്കുന്ന വ്യക്തികൾ അവരുടെ ചരിത്രം ഒന്ന് പരിശോധിക്കണം. നിങ്ങൾ ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ഈ പണി ആ നേതാവിനുള്ളതാണ്. പക്ഷെ ഇത് ബി.ജെ.പിക്ക് തന്നെ പണിയാവരുതെന്ന് മാത്രം. അറസ്റ്റിലാകുന്ന മന്ത്രിമാരെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന സുപ്രധാന ഭരണഘടനാ ഭേദഗതി ബില്ലിനെ അതിശക്തമായി എതിർക്കുമെന്നാണ് പ്രതിപക്ഷം അറിയിച്ചിട്ടുള്ളത്. ഇത് പ്രതിപക്ഷ സർക്കാരുകളെ അട്ടിമറിക്കാനുള്ള കാടത്ത നിയമമാണെന്നാണ് കെ.സി. വേണുഗോപാൽ MP പ്രതികരിച്ചത്. വോട്ട് കൊള്ള പോലെ മറ്റൊരു അട്ടിമറിയാണെന്നും അതേസമയം ബില്ലിലെ പശ്ചാത്തലത്തിൽ ഇന്ത്യ സഖ്യം അടിയന്തര യോഗം ചേർന്ന നീക്കങ്ങൾ തീരുമാനിക്കുമെന്നും കെ.സി. വേണുഗോപാൽ പറയുന്നു. പക്ഷേ ഇവിടെ പൗരൻ എന്ന നിലയിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് രാജ്യവ്യാപകമായി വോട്ട് കൊള്ള മറയ്ക്കാനുള്ള ഒരു നീക്കം മാത്രമാണ് ഇത് ബി.ജെ.പി. സർക്കാർ ചെയ്യുന്നത്. സമയം കൊടുക്കാതെ അംഗങ്ങൾക്ക് രേഖകൾ സർക്കുലേറ്റ് ചെയ്യാതെയാണ് പ്രവൃത്തിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. കൂടാതെ ഇതൊരു വഴി തിരിച്ചുവിടലാണെന്നും ഉറപ്പിക്കാൻ മറ്റൊരു കാരണം, ഭരണഘടനാ ഭേദഗതി ആയതുകൊണ്ട് 3-ൽ 2 മെജോറിറ്റിയിൽ പാസ്സാകണം. നിലവിൽ ആ അംഗബലം കേന്ദ്ര സർക്കാരിനില്ല. ഇത് പാസ്സാകാൻ സാധ്യതയില്ല. കൂടാതെ ഘടക കക്ഷിയടക്കം ഭീഷണിപ്പെടുത്താൻ ഉള്ള ഒരു അടവാണ് ഇതെന്ന് വ്യക്തം. കൂടാതെ ജനാധിപത്യ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും ഇതിലൂടെ കേന്ദ്ര സർക്കാരിന്റെ അടിമകളാക്കാനും ശ്രമിക്കുകയാണ്. അതായത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ അവിടെ കേന്ദ്രത്തിന് അതിന് വിലങ്ങിടാൻ കഴിയുമെന്ന് ചുരുക്കി പറഞ്ഞാൽ ജനാധിപത്യത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് ഇവിടെ നടക്കുന്നത്. പിണറായി വിജയനും പേടിക്കണമെന്നാണ് പറയാനുള്ളത്. CJP ബന്ധം അവിടെ നിലനിൽക്കില്ല. കാരണം ഘടക കക്ഷികൾക്കടക്കം വിലങ്ങിടാനാണ് ബി.ജെ.പി. ഉദ്ദേശിക്കുന്നത്. 5 വർഷമോ കൂടുതലോ ശിക്ഷ കിട്ടാവുന്ന കേസുകളിൽ അറസ്റ്റിലായി 30 ദിവസം കസ്റ്റഡിയിൽ കിടന്നാൽ മന്ത്രിസ്ഥാനം പോകുന്നതിന് വ്യവസ്ഥ ചെയ്യുന്നതാണ് ബിൽ. പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഇത് ബാധകമാകുന്ന സാഹചര്യത്തിൽ പല മുഖ്യമന്ത്രിമാരുടെയും ഉറക്കം കെടുത്തുന്ന ബില്ലായിരിക്കും ഇത്. തുടർച്ചയായി 30 ദിവസം ഒരു മന്ത്രി പോലീസ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കിടന്നാൽ മാത്രമാണ് 31-ാം ദിവസം മന്ത്രിസഭയിൽ നിന്ന് നീക്കപ്പെടുക. പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ അതിന് ശുപാർശ ഗവർണർക്ക് നൽകിയില്ലെങ്കിൽ മന്ത്രിസ്ഥാനം നഷ്ടമായതായി കണക്കാക്കും. പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാർ എന്നിവരാണ് അറസ്റ്റിലായി 30 ദിവസം കസ്റ്റഡിയിൽ കിടക്കുന്നതെങ്കിൽ 31-ാം ദിവസം സ്ഥാനം നഷ്ടമാകും. അതായത് മന്ത്രിസഭ തന്നെ അതോടെ വീഴും. അതേസമയം ജയിൽ മോചിതരായാൽ ഈ സ്ഥാനത്ത് തിരികെ വരുന്നതിന് തടസ്സമില്ലെന്നും ബിൽ പറയുന്നുണ്ട്. ക്രിമിനൽ കേസുകളിൽ 2 വർഷമെങ്കിലും തടവ് ശിക്ഷ കിട്ടുന്നവർ അയോഗ്യരാകും. അതാണ് ഇപ്പോഴുള്ള ചട്ടം. ഇത് മാറുകയാണ്. പൊതുരംഗത്ത് സംശുദ്ധി ഉറപ്പാക്കാനെന്ന പേരിലാണ് വർഷകാല സമ്മേളനം അവസാനിക്കാനിരിക്കെ സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ഒരു നീക്കം. പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ മന്ത്രിമാരെ നീക്കം ചെയ്യാനുള്ള ശുപാർശ ഗവർണർക്ക് നൽകിയില്ലെങ്കിലും മന്ത്രിസ്ഥാനം നഷ്ടമായതായി കണക്കാക്കും. ജയിൽ മോചിതരായാൽ ഈ സ്ഥാനത്ത് തിരികെ വരുന്നതിന് തടസ്സമില്ല എന്ന് വീണ്ടും അവർ ഉന്നയിക്കുകയാണ്. ഈ ബില്ല് നടപ്പാക്കാൻ ആവശ്യമായ ഭരണഘടനാ ഭേദഗതിക്കും കേന്ദ്ര ഭരണ പ്രദേശ നിയമ ഭേദഗതിക്കും വേണ്ടിയുള്ള 2 ബില്ലുകളും ആഭ്യന്തരമന്ത്രിയുടെ പേരിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് ലോക്സഭയിൽ അവതരിപ്പിക്കുക. ഇതോടൊപ്പം രാജ്യത്തെ ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ബില്ലും ലോക്സഭയിൽ അവതരിപ്പിക്കും. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഈ ബില്ല് അവതരിപ്പിക്കുക. കഴിഞ്ഞ ദിവസമാണ് ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്. വോട്ടർ പട്ടിക പരിഷ്കരണ വിഷയത്തിൽ പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം തുടരാനുള്ള തീരുമാനത്തിലാണ് പ്രതിപക്ഷമുള്ളത്. പുതിയ ബില്ലിലെ വ്യവസ്ഥകൾക്കെതിരെ പ്രതിപക്ഷ നേതാക്കൾ ഇതിനോടകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും പിണറായി വിജയന്റെ കൗണ്ട് ഡൗൺ ആരംഭിക്കാനിരിക്കുകയാണ്. ഈ നിയമം പാസ്സായാൽ
പല മുഖ്യമന്ത്രിമാരുടെയും സ്ഥാനക്കൊതി മാറിക്കിട്ടും, പല മന്ത്രിമാരുടെയും സ്ഥാനവും പോയി കിട്ടും.